നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് 12 പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വിൻഡോസ് 12 പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അതായത് 2022 മൈക്രോസോഫ്റ്റ് ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഇഗ്നൈറ്റ് കീനോട്ട് 2022 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഇവന്റിൽ അവർ മൈക്രോസോഫ്റ്റ് ടീം ആപ്ലിക്കേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിസും അല്ലായിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് വിൻഡോസ് 10 വിൻഡോസ് 11 ഒന്നുമല്ല, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിസ് ആയിരുന്നു ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് മനഃപൂർവ്വം റിവീൽ ചെയ്തതാണോ അതല്ലാന്നുണ്ടെങ്കിൽ ഔത്തം റിവീൽ ആയതാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിസുമായിട്ടും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാച്ച് ആവുന്നില്ല. അതായത് വിൻഡോസ് 10 വിൻഡോസ് 11 ഒന്നുമല്ല. അപ്പോൾ നമ്മൾ വിൻഡോസ് 12 ആണെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വിൻഡോസ് 12 എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ക്വാളിറ്റിയും അത്ര നല്ലതായിരുന്നില്ല. കാരണം ആ ഒരു ഇവന്റിൽ കാണിച്ച ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്ത സമയത്ത് അത്ര നല്ലൊരു ക്വാളിറ്റി ഒന്നും കിട്ടിയില്ല. ഈ ഒരു ഇമേജ് റീഡിസൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 12 ഇന്റർഫേസ് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഇമേജ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക ടാസ്ക് ബാറിന്റെ പൊസിഷനിലായിരിക്കും. അതായത് നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ ബോട്ടം ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ബാർ അല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. പകരം ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ടാസ്ക് ബാറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മേജർ ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് കാണുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഏരിയ മുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റും ടൈമും ബാറ്ററി പെർസെൻറ്റേജും എല്ലാം മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെതറിന്റെ ഡീറ്റെയിൽസും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു വോയിസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ പറയാൻ വേണ്ടി നമ്മുടെ വേറെ റിസോഴ്സ് ഒന്നും ഇല്ല. ആകെപ്പാട് ഈ ഒരു ഇമേജ് മാത്രമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വോയിസ് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് മാക് ഓയിസ് പോലെയാണ്. അതായത് മാക് ഓയിസിന്റെ ഇന്റർഫേസ് എങ്ങനെയാണോ ഏകദേശം അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഇന്റർഫേസ് ആണ് വിൻഡോസ് 12 എന്ന് പറയുന്ന ഈ ഒരു വോയിസിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ അതുപോലെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ വിൻഡോ ഫ്രെയിമുകളൊക്കെ വിൻഡോസ് 11 തന്നെ ഓൾറെഡി സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഡോസ് 12 വരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വിൻഡോ ഫ്രെയിമുകളൊക്കെ ആയിരിക്കും വരിക. വിൻഡോസ് 10 കുറച്ചും കൂടെ അതായത് ഷാർപ്പായിട്ടുള്ള വിൻഡോ ഫ്രെയിമുകളൊക്കെ ആയിരുന്നു വിൻഡോസ് 10 ഉണ്ടായിരുന്നത്. അത് 11 വന്ന സമയത്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള വിൻഡോ ഫ്രെയിമുകളായിരിക്കും വിൻഡോസ് 12 വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, പുതിയ ഓയിസിന്റെ ഇന്റർഫേസ് അവരിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ ടച്ച് സ്ക്രീൻസിന് വേണ്ടിയായിരിക്കാം. അവർ ഓരോ ചേഞ്ചസും പതിയെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ യൂസേഴ്സും മൗസും കീബോർഡും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള യൂസേഴ്സും ഉണ്ടാവും. അവർക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇന്റർഫേസ് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. മാത്രമല്ല, ഇങ്ങനൊരു ചേഞ്ചിന് വേണ്ടി വിൻഡോസ് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിൻഡോസ് 8 ഇറങ്ങിയ സമയം നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് മെനു ആയിരുന്നു വിൻഡോസ് 8 ഉണ്ടായിരുന്നത്. അതായത് വലിയ ജായിന്റ് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് ടച്ച് സ്ക്രീനിന് വേണ്ടിയുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഇന്റർഫേസ് വന്ന സമയത്ത് അധികം പേർക്കും ആ ഇന്റർഫേസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വിൻഡോസ് 8 വന്ന പല യൂസേഴ്സും പിന്നീട് വിൻഡോസ് 7 തന്നെ പോവുകയായിരുന്നു. കാരണം വിൻഡോസ് 95 തൊട്ട് വിൻഡോസ് 7 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് മെനു ആയിരുന്നു ഉണ്ടായിരുന്നത്. വിൻഡോസ് 8 വന്ന സമയത്ത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് മെനു വന്നു. അത് യൂസേഴ്സിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ വിൻഡോസ് 7 അത്രയും സക്സസ് ആവാൻ വിൻഡോസ് 8 കഴിഞ്ഞില്ല. പിന്നീട് മൈക്രോസോഫ്റ്റ് തൊട്ടടുത്ത വർഷം തന്നെ ഈ ഒരു ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് വിൻഡോസ് 8.1 ഇറക്കിയിരുന്നു. വിൻഡോസ് 8 ഫെയിലിയർ നിന്ന് മൈക്രോസോഫ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് പല ഇഷ്യൂസും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് പിന്നീടുള്ള ചേഞ്ചസ് എല്ലാം പതിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരു ലീക്ക് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് അതിൽ നിന്ന് യൂസേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണോ എന്ന് സംശയമുണ്ട്. എന്നാലും മാക് ഓയിസിന്റെ ഇന്റർഫേസ് പോലെയാണ് പുതിയ വിൻഡോസ് ഓയിസ് വരുന്നുണ്ടെങ്കിൽ മാക് ഓയിസിൽ ഉണ്ടായിരുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വിൻഡോസിലും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിൽ ഒന്നാമതായിട്ടുള്ള ഫീച്ചറാണ് ലൈവ് വാൾപേപ്പർ. അതായത് മാക് ഓയിസിൽ ലൈവ് വാൾപേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിൻഡോസ് ഓയിസിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലൈവ് വാൾപേപ്പർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പണ്ട് വിൻഡോസിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് വിൻഡോസ് വിസ്റ്റ അൾട്ടിമേറ്റ് വെർഷനിൽ ഡ്രീമ സീൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവ് വാൾപേപ്പർ ഒക്കെ ആഡ് ചെയ്യാമായിരുന്നു. പിന്നീട് വിൻഡോസ് 7 ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുമായിരുന്നു. അതായത് ഒരുപാട് റിസോഴ്സ് എടുക്കുകയും അതുപോലെ തന്നെ വർക്ക് ലോഡ് കൂടുകയും ചെയ്യുന്നതിനാലാണ് ഒന്ന് അവരത് റിമൂവ് ചെയ്തത്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പെർഫോമൻസും പവറും കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആയിരുന്നു. അതിപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 16 വർഷത്തോളമായി. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നാലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന വിൻഡോസ് ഓയിസിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് വിൻഡോസ് ഓയിസിൽ വന്നിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിഡ്ജറ്റുകൾ തന്നെയാണ്. അതായത് ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ. ഇതിപ്പം നിലവിൽ മാക് ഓയിസിലുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് 12 ഈ ഒരു ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത് നല്ലതായിരുന്നു. പക്ഷേ വിൻഡോസിൽ ഈ ഒരു ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ മുമ്പുണ്ടായിരുന്നു. അതായത് വിൻഡോസ് 7 വരെ ഈ ഒരു ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ ഉണ്ടായിരുന്നു. വിൻഡോസ് 8 ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ റിമൂവ് ചെയ്യായിരുന്നു. മാത്രമല്ല, വിൻഡോസ് 7 ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകൾ ഇപ്പോൾ അത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ല വിഡ്ജറ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. മാത്രമല്ല, ഇപ്പം നിലവിൽ വിൻഡോസ് 11 വിഡ്ജറ്റുകളുണ്ട്. പക്ഷേ ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റുകളല്ല, സെപ്പറേറ്റ് ടാബിലായിട്ട്
ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഡെസ്ക്ടോപ്പ് ബഡ്ജറ്റ് വിൻഡോസ് 12 വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പല വെബ്സൈറ്റുകളിൽ നിന്നിട്ട് ഈ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പേഴ്സ് ഓൾറെഡി അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റുകളും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ലുക്ക് വിൻഡോസ് 12 ലഭിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരു പ്രോബ്ലം ആണ്, അതായത് സെറ്റിംഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 11 ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. മാത്രമല്ല അതിൻ്റെ പ്രധാന കാരണം കൺട്രോൾ പാനലാണ്. അതായത് കൺട്രോൾ പാനൽ ഇനി കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിലത്തെ സെറ്റിംഗ്സിൻ്റെ ഭാഗമായിട്ട് കൺട്രോൾ പാനലിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം പുതുതായിട്ട് വരുന്ന യൂസേഴ്സിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് ആ ഒരു ചേഞ്ച്. അപ്പോൾ അതും നമുക്ക് വിൻഡോസ് 12 വരും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും വിൻഡോസ് 12 നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പം പുതുതായിട്ട് വരുന്ന ഓയിസിൻ്റെ പേര് വിൻഡോസ് 12 തന്നെ ആയിരിക്കണം എന്നുമില്ല. കാരണം മുമ്പ് ഇറങ്ങിയിട്ടുള്ള വെർഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പം വിൻഡോസ് 12 ആയിരിക്കാം ഇനി വരാൻ പോകുന്ന ഓയിസ് എന്ന് പറയുന്നത്. ഇത് എന്തായാലും ഒരു പ്രോട്ടോടൈപ്പാണ്, ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വിൻഡോസ് 8 ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒരുപാട് ലീക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊക്കെ തന്നെ ആയിരുന്നു വിൻഡോസ് 8 ഉണ്ടായിരുന്നത്. എന്തായാലും ഒഫീഷ്യലി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓയിസ് അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി എന്ന് മൈക്രോസോഫ്റ്റ് പുതിയ ഓയിസ് റിലീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സോഴ്സിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2024 അതല്ലാണ്ട് 2025 പുതിയ ഓയിസ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2024 തന്നെ പുതിയ ഓയിസ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ 2009 വിൻഡോസ് 7 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വിൻഡോസ് 8 ഇറങ്ങിയത് 2012 അതിനുശേഷം വിൻഡോസ് 10 ഇറങ്ങിയത് 2015 അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ 3 വർഷം കൂടുമ്പോഴും പുതിയ ഓയിസുകൾ വിൻഡോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിൻഡോസ് 11 ഇറങ്ങിയത് 2021 അവിടെ മാത്രമാണ് ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് അവർ പഴയ പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 വർഷം കൂടുന്ന സമയത്ത് അവർ പുതിയ ഓയിസ് ഇറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2024 വിൻഡോസ് 12 വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പുതിയ ഓയിസ് എന്നാലും അടുത്ത വർഷം അതായത് 2024 വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും വിൻഡോസ് 12 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓയിസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.